ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ബീഫ് ഫ്രൈയുടെ റെസിപ്പി നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. നമ്മളിപ്പോൾ ബീഫ് ഫ്രൈയിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ 1.5 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. ചെറിയ നെയ്യോട് കൂടിയ ബീഫാണ് എടുത്തേക്കുന്നത്. നമുക്കിത് ആദ്യം തന്നെ ഞാനിത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ടത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് തിരുമ്മി നമുക്ക് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം മതി, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് വേവുന്നത് വരെ, എത്ര വിസിൽ, ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങളുണ്ടാവും. എനിക്കിവിടെ കിട്ടുന്ന ബീഫിന് ഒരു 5 മുതൽ 6 വിസിൽ വരെയൊക്കെയാണ് ആവശ്യം വരാറ് വേവാനായിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു 5 മുതൽ 6 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില എല്ലാം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 2 വലിയ സബോള എടുത്തിട്ടുണ്ട്. അതിനെ നീളത്തിൽ അരിഞ്ഞിട്ട് അതിന് വീണ്ടും ഒന്ന് പകുതിയാക്കി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അതും നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതും ചെറിയ ഇതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ചെറുതായി അരിഞ്ഞത്. 2 പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സബോളയും, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണിത്. അതുപോലെ തന്നെ ഇത് മീറ്റ് മസാലയാണ്, അതും 1 ടേബിൾ സ്പൂൺ തന്നെ. ഗരം മസാല 1 ടേബിൾ സ്പൂൺ. ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായി മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം നമ്മൾ മസാലകൾ ആഡ് ചെയ്യാനായിട്ട്. ഇനി ഇത് നമുക്കൊരു 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഇപ്പോൾ ഒരു 2-3 മിനിറ്റും കൂടി ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. അതല്ല നമുക്ക് നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ചധികം നേരം നല്ലൊരു ബ്ലാക്ക് കളർ ആവുന്നത് വരെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. ഞാൻ ഇന്ന് അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പൊക്കെ നോക്കാം. ഇപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിങ്ങനെ വഴറ്റുന്നതിൻ്റെ ഇടയ്ക്കൂടെ നമുക്കിത് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലിടയ്ക്ക് ഒന്ന് വേപ്പില ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വേപ്പിലയുടെ മണമൊക്കെ ഇതിനകത്ത് വരുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കൂടും. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പകുതിയോളം ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയും ഡ്രൈ ആക്കണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ഡ്രൈ ആക്കുന്നുള്ളൂ. ഇനിയും വേണമെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഒരു ബ്ലാക്ക് കളറിലേക്ക് ആയി കിട്ടും. പക്ഷേ നമുക്കിവിടെ ഈ ഒരു പരുവത്തിൽ എടുക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഈ ലാസ്റ്റ് നമ്മൾ വേപ്പില ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മണവും ഫ്ലേവറൊക്കെ കൂടും കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ചേർക്കാണ്ടിരിക്കരുത് എന്തായാലും. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളതിൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യണം.